ഇപ്പൊ മഹാഭാരതം അടുത്ത കാലത്ത് എം.ടി. വാസുദേവൻ നായർ രണ്ടാം ഊഴത്തിന് മഹാഭാരതം എന്ന് പേരിടാമോ എന്ന വലിയൊരു ചോദ്യം വന്നല്ലോ. എന്തോ ഗഹനമായ പ്രശ്നമാണ് എന്ന മട്ടിൽ. നോക്കൂ, മഹാഭാരതം എന്ന പേരിൽ നാം ഇന്ന് അറിയുന്നതിൽ ഏതാണ് മഹാഭാരതം? ഇപ്പൊ വ്യാസൻ തന്നെ മഹാഭാരതത്തിൽ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ 5 ശിഷ്യന്മാരെ അദ്ദേഹം മഹാഭാരതം പഠിപ്പിച്ചു എന്നാണ്. വൈശമ്പായനൻ, അദ്ദേഹത്തിന്റെ മകനായ ശുഗൻ, സുമന്തു, പൈലൻ, അതുപോലെ ജൈമിനി, ഇങ്ങനെ 5 പേരെ. അതിൽ വൈശമ്പായനനാണ് ജനമേജയന്റെ സർപ്പസത്രവേദിയിൽ വന്ന് മഹാഭാരതം ആലപിച്ചത്. ആ മഹാഭാരത പാഠമാണ് അവിടെ ഉണ്ടായിരുന്ന ഉഗ്രസ്രവസ് കേട്ട് പിന്നെ ശൗനകാദി മുനിമാരോട് പാടിക്കൊടുത്തുവെന്നും അതാണ് നാം കേൾക്കുന്നത് എന്നും ഒക്കെയാണ് ഐതിഹ്യം. ഇങ്ങനെ ഒരു പാഠമാണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വ്യാസശിഷ്യനായ ജൈമിനിയുടെ മഹാഭാരത പാഠം ലഭ്യമാണ്. പൂർണ്ണരൂപത്തിലല്ല, അതിൻ്റെ അശ്വമേധപർവം ജൈമിനി വ്യാസശിഷ്യനാണ്. വ്യാസശിഷ്യനായ ജൈമിനിയുടെ മഹാഭാരതത്തിൽ അശ്വമേധപർവത്തിൽ നോക്കിയാൽ അശ്വമേധപർവത്തിലെ നായകന്മാർ കൗരവരാണ്, പാണ്ഡവരല്ല. വ്യാസശിഷ്യന്റെ കഥയാണ് കേട്ടോ, കൗരവരാണ്. കൗരവരെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടാണ് ഈ ജൈമിനിയുടെ മഹാഭാരതം നിലനിൽക്കുന്നത്. പാണ്ഡവ കേന്ദ്രിതമല്ല, കൃഷ്ണകേന്ദ്രിതമല്ല. അതുകൊണ്ട് വ്യാസന്റെ കാലത്ത് തന്നെ മഹാഭാരതത്തിന് ഈ ഭിന്ന പാഠങ്ങളിലൊരു ചരിത്രമുണ്ട്. ഈ ഹനുമാൻ ഒരു മഹാഗ്രന്ഥം എഴുതി, അത് പലതായി ചിന്തി എറിഞ്ഞ് അതിലൊരു കഷ്ണം നമുക്ക് ലഭിച്ച രാമായണമായി എന്നതുപോലെ മറ്റൊരു ഐതിഹ്യം മഹാഭാരതത്തെ മുൻനിർത്തിയുമുണ്ട്. അതെന്തെന്ന് വെച്ചാൽ 60 ലക്ഷം ശ്ലോകങ്ങളുള്ള ഒരു മഹാഗ്രന്ഥമാണ് ഈ വ്യാസൻ എഴുതിയതെന്നും അതിൽ 30 ലക്ഷം ദേവന്മാർക്ക് വേണ്ടി, 15 ലക്ഷം ഗന്ധർവന്മാർക്ക് വേണ്ടി, 14 ലക്ഷം യക്ഷന്മാർക്കും രാക്ഷസന്മാർക്കും വേണ്ടി, 1 ലക്ഷം മനുഷ്യന് വേണ്ടി എന്നാണ്. മനുഷ്യൻ 1 ലക്ഷമായത് നമ്മുടെ ഒരു ആശ്വാസം. എന്നിട്ട് തന്നെ ഇത് പറഞ്ഞു തീരണില്ല. 60 ലക്ഷമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ?